ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. ഇത് ബ്രെഡ് മലായാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും റസ്മലായി കഴിച്ചിട്ടുണ്ടാവും. ആ റസ്മലായിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് ബ്രെഡ് സാധാരണ ബ്രെഡ് യൂസ് ചെയ്തിട്ട് ബ്രെഡ് മലായി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതേ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പാല്, ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് യൂസ് ചെയ്യുന്നത്. 1/2 ലിറ്റർ പാല് നന്നായി തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് ഫുൾ ക്രീം മിൽക്കാണ്. അപ്പോൾ ഫുൾ ക്രീം മിൽക്ക് ഇല്ല എങ്കിൽ നമ്മൾ സാധാരണ പാല് നല്ല വറ്റിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂണോളം മിൽക്ക് പൗഡർ ആഡ് ചെയ്താലും നമുക്ക് അതേ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി നന്നായി നമ്മൾ തിളപ്പിച്ചെടുക്കണം. അത് തിളപ്പിക്കുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ ആ പാടകളൊക്കെ അങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതിലിങ്ങനെ നന്നായി ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ. ഓവറായിട്ട് അങ്ങനെ കുറേ സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് തിളച്ചിട്ട് ആ പാലിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, ആ പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ സൈഡിലിങ്ങനെ പാൽപ്പാടയൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് വേണം, ഇളക്കി കൊടുത്തിട്ട് വേണം നന്നായി തിളപ്പിക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര, ഇപ്പോൾ ഷുഗർ ഞാനിവിടെ 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായിട്ട് ഒന്നുകൂടി നമുക്ക് നന്നായി ആ പഞ്ചസാരയൊക്കെ അലിയണ വരയ്ക്ക് നമുക്ക് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി 2 ടീസ്പൂണോളം കസ്റ്റേർഡ് പൗഡർ എടുക്കാം. അതിലേക്ക് കുറച്ച് പാല് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ടയിലാണ്ട് ഇളക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് തിളച്ച പാലിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന ടിപ്സ്, നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പലരും പറയാറുണ്ട് ഇത് ചേർക്കുമ്പോൾ കട്ട പിടിക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ട് ഈ മിക്സർ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണോളം ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. പൗഡർ നന്നായി പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇനി നമുക്കിതിലേക്ക് നട്ട്സ്, ഏത് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്, പിസ്ത, ബാദാം എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഒന്നുകൂടി കുറുക്കിയെടുക്കുക. അപ്പോൾ 2 മിനിറ്റ് സമയമൊക്കെ മതി, പെട്ടെന്ന് കുറുക്കി കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിത് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക. കണ്ടോ, ഇതേ ഒരു പാകം വരുമ്പോൾ നമുക്കിത് ഓഫാക്കി വെക്കാം. ഓഫാക്കി ഒന്ന് തണുക്കാൻ വെക്കണം. റൂം ടെമ്പറേച്ചറിൽ വന്ന ശേഷം മാത്രമേ നമ്മൾ എപ്പോഴും ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാവൂ. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചർ വന്ന ശേഷം നമുക്ക് ഒരു സാധാരണ ഏതെങ്കിലും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മളിത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1/2 അവർ വന്ന് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സർ അവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. കുറച്ച് വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ നമുക്ക് 4 പീസ് അങ്ങനെ ട്രയാങ്കിളോ അല്ലെങ്കിൽ സ്ക്വയറോ ആക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ എടുക്കാം. അതിലേക്ക് കുറച്ച് തണുത്ത പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. വല്ലാണ്ട് ലൂസായി പോകരുത്, അതുപോലെ വല്ലാണ്ട് തിക്കായി പോകരുത്. ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയാൽ മതി. ഇത് നമ്മുടെ ബ്രെഡ് മലായിക്ക് ഒരു റിച്ച് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ മിൽക്കിൻ്റെ പേസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു ബ്രെഡ് പീസ് മേലെ വെച്ച് കവർ ചെയ്യുക. അപ്പോൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് മേലെ വെച്ച് കൊടുത്താൽ മതി. എല്ലാ പീസും നമുക്കിതുപോലെ റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് നമ്മൾ ആദ്യം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മിൽക്കിൻ്റെ മിക്സർ എടുത്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസുകൾ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. നിരത്തി വെച്ച് അതിന് മുകളിൽ നമുക്ക് വീണ്ടും ആ മിൽക്കിൻ്റെ മിക്സർ നന്നായിട്ട് കവർ ചെയ്യുന്ന പോലെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മിക്സർ ഫുള്ള് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നിറയെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിറയെ നട്ട്സെല്ലാം ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് നട്ട്സെല്ലാം ഇതിൽ നിറയെ ചേർത്ത് കൊടുക്കാം. ഇതിന് വല്ലാത്തൊരു നല്ലൊരു ടേസ്റ്റാണ്. അത് നിങ്ങൾ കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ അതെന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല. വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു ഗസ്റ്റ് വരികയാണെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം ബ്രെഡ് ഉണ്ടാവും വീട്ടിലെപ്പോഴും, പാലും ഉണ്ടാവും എല്ലാ വീട്ടിലും. അപ്പോൾ നട്ട്സും ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം ട്രൈ ചെയ്യാനും ഈസിയാണ്, അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിൽ എനിക്കൊരു ചെറിയ ടിപ്സ് പറയാനുള്ളത്, പലരും പറയുന്ന കംപ്ലൈൻ്റാണ് കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്യുമ്പോൾ വല്ലാണ്ട് കട്ട പിടിച്ച് പോകുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ടിപ്സ്, നിങ്ങൾ പാല് നന്നായി തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ആക്കിക്കോളൂ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി.
കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രം കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്ത ശേഷം കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. നോൺ സ്റ്റിക്ക് പാത്രമായാൽ പോലും അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നന്നായിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി മാത്രം കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മാക്സിമം 2 മിനിറ്റ്സിൽ നമുക്കത് കുറുകി കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കുക.